ശ്രീ എ ജി ജോർജ്, ഇതിൽ യു ഡി എഫിനകത്ത് പക്ഷേ ഇത്തരത്തിൽ ഈ സീറ്റ് വിഭജനം വലിയ കീറാമുട്ടി ഉണ്ടാക്കുന്നില്ല. കാരണം ലോക്സഭാ സീറ്റ് വിഭജന സമയത്ത് മൂന്നാമതൊരു സീറ്റ് ചോദിച്ചു. പൊന്നാനിയും മലപ്പുറവും കൂടാതെ മൂന്നാമതൊരു സീറ്റ് ചോദിച്ചപ്പോൾ ഉപാധിയുണ്ടായത് ഈ രാജ്യസഭാ സീറ്റ് നൽകാം എന്നുള്ളതിലായിരുന്നു. അപ്പോൾ ലീഗിന് അത് പോകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ലീഗിൽ നിന്ന് ആരാണെന്നുള്ളത് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. അപ്പോൾ യു ഡി എഫിനകത്ത് ഇത്രയും പ്രശ്നം വരുന്നില്ല. പക്ഷേ ചെറു ഘടകകക്ഷികളുണ്ട്, അവരും ചെറുതായിട്ട് ഇക്കാര്യത്തിൽ തല ഉയർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. CMPയും അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ LDFിലാണ് ഇത് ഒരു പക്ഷേ രൂക്ഷമായിട്ട് നിൽക്കുന്നത്, അല്ലേ? വിജയനാഥ്, ഇത് ഇപ്പോൾ ഈ ചർച്ച തന്നെ അല്പം അപക്വമാണ് എന്നൊരഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം 4-ാം തീയതി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലവുമായി പ്രത്യക്ഷമായും പരോക്ഷമായും വളരെ ബന്ധപ്പെട്ട ഒരു തീരുമാനമാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുണ്ടാകേണ്ടത്. കാരണം അതിൻ്റെ വിവിധ തലങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിലെ 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരേ ഒരു മണ്ഡലമാണല്ലോ കോട്ടയം പാർലമെൻറ്റ് നിയോജക മണ്ഡലം. അവിടെ ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, അതുപോലെ തന്നെ മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി തോമസ് ചാഴിക്കാടനുണ്ട്. അതിലൊരാൾക്ക് മാത്രമേ ജയിക്കാൻ സാധ്യമാകുള്ളൂ. 2 മുന്നണിയിലായി നിൽക്കുന്ന 2 കേരള കോൺഗ്രസിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 വിഭാഗത്തിൻ്റെയും ഭാവി, രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമായ സ്വാധീനമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് 4-ാം തീയതി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ 2 സീറ്റുകൾക്ക് വേണ്ടി 3 അവകാശികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേൾക്കുന്ന വാർത്തയനുസരിച്ച്. ആധികാരികമായി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മാധ്യമ വാർത്തകളിൽ ആകെ 2 സീറ്റുകൾ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധ്യതയുള്ളൂ. അതിൽ 3 അവകാശികളായി രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയും കെമിസ്ട്രിയും അരിത്തമെറ്റിക്കും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നമ്പർ കൊണ്ടും അല്ലെങ്കിൽ സീനിയോറിറ്റി കൊണ്ടും 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് CPI ആണ്. എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 17 MLAമാർ CPIക്കുണ്ട്. കേരള കോൺഗ്രസിന് 5 MLAമാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ സീനിയോറിറ്റി കൊണ്ടും നമ്പർ കൊണ്ടും സ്വാഭാവികമായി ഒരു ശരാശരി നിഗമനത്തിലെത്തുമ്പോൾ CPIക്ക് ആ സീറ്റ് അവകാശപ്പെട്ടതാണ് എന്നവർ പറയുന്നെങ്കിൽ അതിനകത്തൊരു യുക്തിഭംഗം കാണാനായി സാധ്യമല്ല. എന്നാൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സീറ്റ് നഷ്ടപ്പെടുന്നു. അപ്പോൾ അത് നികത്തേണ്ടതായിട്ടുള്ള ആവശ്യം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് പറഞ്ഞാലും അതും അധികപ്പറ്റാവുകയില്ല. ഇനിയും വിജയനാഥ് ചോദിച്ച ചോദ്യത്തിൻ്റെ 2-ാം ഭാഗം, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ആശയക്കുഴപ്പമൊന്നുമില്ല. കാരണം അവർ വളരെ നേരത്തെ തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഈ 2-ാമത്തെ സീറ്റ് ഈ ഒരു സീറ്റ് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് മുസ്ലിം ലീഗിനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രവുമല്ല, ഐക്യജനാധിപത്യ മുന്നണിയിലെ മറ്റ് ചെറു കക്ഷികളൊന്നും ഗൗരവമായി അവർ ഈ സീറ്റ് ആവശ്യപ്പെട്ടില്ല. ഇപ്പോൾ വിജയനാഥ് തന്നെ പറഞ്ഞ പോലെ CMP താരതമ്യേന വളരെ ദുർബലമായ ഒരു പാർട്ടിയാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ. അതുപോലെ NK പ്രേമചന്ദ്രൻ ഉൾപ്പെടുന്നതായിട്ടുള്ള RSP, അങ്ങനെയുള്ള പാർട്ടികളൊന്നും അങ്ങനെ ഒരു വലിയ ഗൗരവത്തോടുകൂടി, അല്ലെങ്കിൽ TM ജേക്കബിൻ്റേതായ കേരള കോൺഗ്രസ്, അവരൊന്നും അങ്ങനെ രാജ്യസഭാ സീറ്റിന് വേണ്ടി നാളിതുവരെ ഒരു വാശിയോടുകൂടിയുള്ള ഒരാവശ്യം ഉന്നയിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയിൽ ഇതിനെ സംബന്ധിച്ച് വലിയ ആലോചനയ്ക്കൊന്നും ഇനി വലിയ പ്രസക്തിയില്ല. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതിനെക്കുറിച്ച് മറ്റുള്ളവർ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്. അതിൽ യുവാക്കളുടെ പ്രതിനിധി വേണമോ അതോ പ്രായമുള്ളവർ വേണോ എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ പാർട്ടി തീരുമാനിക്കും. ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനാർത്ഥി ആരാകണം എന്നുള്ളത് പുറത്ത് നിൽക്കുന്നവരല്ല തീരുമാനിക്കേണ്ടത്. അതിനെക്കുറിച്ച് നമ്മളെന്തിനാ തലവേദന അനുഭവിക്കുന്നത്? അവർ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് വിഭാഗത്തിനോ പ്രായമുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന് കുഞ്ഞാലിക്കുട്ടി, ഞാൻ എന്തായാലും ഇല്ല, ദേശീയ സെക്രട്ടറി ആണെങ്കിൽ പോലും ഞാൻ എന്തായാലും രാജ്യസഭയിലേക്കില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു. ബഹുമാനപ്പെട്ട തങ്ങളും പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയം നോക്കുന്നതിന് വേണ്ടിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയത് അവിടെ അതിലേക്ക് ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ 1-ാം ഊഴം അവസാനിപ്പിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4-ാം തീയതിയത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ
ഇപ്പോൾ അവകാശവാദങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്ന ആളുകളുടെയൊക്കെ അവകാശവാദത്തിൻ്റെ സ്വഭാവം മാറും. അതിന് യാതൊരു സംശയവും വേണ്ട. കുറേ കൂടെ പച്ചയായിട്ട് പറഞ്ഞാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇപ്പോൾ പതുങ്ങിയിരിക്കുന്നതായിട്ടുള്ള പല കക്ഷികളും അവരുടെ ആവശ്യങ്ങളുമായി മുന്നോട്ട് വരും. അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് വളരെ വ്യക്തമായ ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതും വളരെ 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 എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു ശരാശരി സത്യമാണ്. അതുകൊണ്ട് 4-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്താൽ മാത്രമേ കുറേ കൂടെ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചുറ്റുവട്ടത്തു നിന്ന് കിട്ടുന്ന മാധ്യമ വാർത്തകളുടെയും സമൂഹ മാധ്യമങ്ങളിൽ വരുന്നതായിട്ടുള്ള ചില ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിലേക്ക് ചർച്ച കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് അല്പം കൂടെ പ്രയാസമാണ് താരതമ്യേന. എന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഈ പ്രശ്നം ഇല്ല എന്ന് ഒരു കാരണവശാലും സംശയിക്കേണ്ടതില്ല. ഇല്ല എന്ന് തന്നെ പറയാനാണ് എൻ്റെ ആഗ്രഹം.